എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അല്ലേ? എല്ലാം കൊണ്ട് കല, കായികം, സ്നേഹം, രുചി, എന്താ പറയാ, ആതിഥ്യ മര്യാദ, ഓട്ടോറിക്ഷക്കാരെ കുറിച്ചിട്ട്, സത്യസന്ധത, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ. അതേപോലെ ഇപ്പോൾ സെക്യൂർ, അങ്ങനെ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള ഒരു നാടാണ് കോഴിക്കോട്. അങ്ങനെ ഒരുപാട് പെരുമകൾ കൊണ്ടും സ്നേഹം കൊണ്ടും ലോകം അറിഞ്ഞ, ലോക മാപ്പിൽ ഏറ്റവും പഴയ ലോക മാപ്പിൽ വരെ ഇടം നേടിയ സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കോഴിക്കോടിൽ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വോളിബോളിനെ കുറിച്ചിട്ട്. ഈ വോളിബോളിന്റെ നമ്മുടെ 2ാമത്തെ എപ്പിസോഡ് വരികയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, നമുക്ക് എന്താക്കാം, അവരിലേക്ക് നിൽക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. അഡ്വക്കേറ്റ് ദിനേശ് ചേട്ടനാണ് പ്രസിഡന്റ്. വക്കീൽ ദിനേശ് എന്നാണ് കളിക്കുന്ന സമയത്ത് എല്ലാരും കൂടി വിളിക്കാറ്. അപ്പൊ നമുക്ക് എന്താക്കാം, ഇവരെല്ലാരും പരിചയപ്പെടാം. എല്ലാവരും പേരൊന്നും കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് തന്നെ വക്കീൽ ദിനേശ് ചേട്ടനാണ് നമുക്ക് ആളുകളെ പരിചയപ്പെടുത്തി തരുന്നത്. വെൽക്കം സർ. ഇതല്ല, നമ്മളെ സ്ഥിരം കളിക്കാരാണ്. നമ്മളെ കളി നമ്മളുടെ ഒരു എൻജോയ്മെന്റിന്റെ ഭാഗമാണ്. ഞങ്ങളെ ഹെൽത്തും എൻജോയ്മെന്റാണ് ഞങ്ങൾ ഈ ബീച്ച് വോളിയിൽ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ആരെയും സ്വീകരിക്കും. ഇവിടെ ഒരുപാട് വലിയ ആളുകളെല്ലാം വന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്ലേയേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ത്യൻ കോച്ചസ്, അർജുന അവാർഡ് വിന്നേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഞാൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്താം. ആദ്യം നമ്മളെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ബൈറ്റ് തന്ന നാസർ കോച്ച്, നമ്മളെ ഇന്ത്യൻ കോച്ചാണ് ഇത്, നാസർ. അദ്ദേഹം നമ്മളെ ക്ലബിന്റെ സെക്രട്ടറി കൂടിയാണ്. നമ്മളെല്ലാം ഏറ്റവും അടുത്ത സുഹൃത്തും പോർട്രസ്റ്റിൽ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പിന്നെ ഈ ഭാഗത്ത് ഇങ്ങോട്ട് തുടങ്ങണോ? ഓക്കെ. ഇത് ഗഫൂറാണ്, കസ്റ്റംസ് നിന്ന് റിട്ടയർ ചെയ്തതാണ്. ഗഫൂർ വയനാട് സ്വദേശിയാണ്. പിന്നെ നമ്മളെ ക്രിക്കറ്റ് പ്ലെയറും കൂടിയാണ് ഇദ്ദേഹം, റാസിക് എന്നതാണ്. പിന്നെ ഇത് മിലിറ്ററിയിൽ നിന്ന് വന്ന അദ്ദേഹമാണ്, പ്രതീഷാണ്. പിന്നെ കോച്ചാണ്. പിന്നെ നമ്മളെ പട്യാലയിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് കോച്ചായിട്ട് വന്നതാണ് പ്രതീഷ്. ഇത് അഷ്റഫ് യൂണിവേഴ്സിറ്റി താരമാണ്. അദ്ദേഹം പാൻ്റെ യൂണിവേഴ്സിറ്റി കളിച്ചിരുന്നു. ഇപ്പൊ താമരശ്ശേരി DYSP ആണ്, പോലീസ് DYSP ആണ്. ഇത് ജലീൽ ആണ്. പോലീസ് ടീമിലെ പ്രധാനപ്പെട്ട കളിക്കാരനാണ്. ഇദ്ദേഹം സബ് ഇൻസ്പെക്ടറാണ്. ഇവിടെ സബ് ഇൻസ്പെക്ടറാണ്, നമ്മുടെ നാട്ടുകാരനും കൂടിയാണ്. ഇത് സുധീഷ് മാഷാണ്. സുധീഷ് മാഷ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്, കോച്ചാണ്, ട്രെയിനറാണ്, എല്ലാം കൂടിയാണ് സുധീഷ് മാഷ്. പിന്നെ ഷമി ഇവിടെ ഒരു മെർച്ചൻ്റ് ആണ്, വലിയൊരു സ്ഥാപനം നടത്തുകയാണ്. അദ്ദേഹം നമ്മളെ സെൻട്രലിൽ കളിക്കുന്നു. സെൻട്രലിലെ മെയിൻ പ്ലെയറാണ് അദ്ദേഹം. പിന്നെ നാസറിനെ ഞാൻ പരിചയപ്പെടുത്തി. ഇത് അബ്ദുക്ക, നമ്മളെ എല്ലാമായ അബ്ദുക്കയാണ്. നമ്മുടെ സീനിയർ മോസ്റ്റ്, നമ്മളെ ഗാർഡിയനാണ്, നമ്മുടെ കോച്ചിന്റെ ഒരു ഗാർഡിയനാണ്. നമ്മളെല്ലാവരെയും കൂടി ഒരു പാറ്റേണാണ്, എല്ലാവരെയും ഒരു പാറ്റേണാണ്. ഇദ്ദേഹത്തെ കുറിച്ച് ഞാനും കൂടെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഈ ഒരു ടീം രൂപപ്പെടുത്തുന്ന സമയത്ത് കളിയിൽ ഉണ്ടായിരുന്ന ആളുകളിൽ പെട്ട ആളുകൾ, ഞാനും അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം മാത്രമല്ല, നമ്മളെല്ലാം ഈ ഒരു ടീം ഉണ്ടാവാൻ കാരണക്കാരായ ആളുകളാണ് നിങ്ങൾ കൂടെ. ഇത് ACP ആണ്, പിന്നെ SP ആണ് നമ്മളുടെ അഷ്റഫ്, പോലീസ് ഉദ്യോഗസ്ഥനാണ്. നമ്മളെല്ലാം പ്രോത്സാഹനവും നമുക്കെല്ലാം നിർദ്ദേശവും മാർഗനിർദ്ദേശം തരുന്ന ആളാണ് ഇദ്ദേഹം. ഒറിജിനലി ഫ്രം കാസർഗോഡാണ്, കണ്ണൂരാണ്, കോഴിക്കോട് സെറ്റിലാണ്. ഓക്കെ. ഇത് മൂസ നമ്മളെ പ്രധാനപ്പെട്ട പ്ലെയർ ആണ്, നന്നായി കളിക്കുന്ന ആളാണ് മൂസ. നമ്മുടെ നാട്ടുകാരനും കൂടിയാണ്. പഴയ കാലത്ത് പോലീസിനെല്ലാം വേണ്ടി കളിച്ചിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനല്ല, ഒരു മെർച്ചന്റ് ആണ്. നമ്മുടെ ബഷീറാണ്. ബഷീർ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആളാണ്. നമ്മളുടെ പല ഭാഗത്തും ഒരേ സമയത്ത് അടിക്കുന്ന ആളാണ് അദ്ദേഹം. എല്ലാ ഭാഗത്തും പറക്കും ബഷീർ എന്നാണ് ഇവിടെ പറയുന്നത്. അഫ്സൽ, ജോയിന്റ് സെക്രട്ടറി അഫ്സലാണ് നമ്മളുടെ. അഫ്സൽ സർവീസാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മെയിൻ. സൂപ്പർ സർവീസാണ്. പിന്നെ ഡൈവിങ് പല സമയത്തും നല്ല ഫലപ്രദമെങ്കിലും ചില സമയത്തെല്ലാം അങ്ങനെയുള്ള ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡൈവിംഗ് ആണ്. രസമാണ് അദ്ദേഹത്തിന്റെ ഡൈവിംഗ്. സാലി പഴയ യൂണിവേഴ്സിറ്റി പ്ലെയർ ആണ്, സ്റ്റേറ്റ് പ്ലെയർ ആണ്. പിന്നെ അദ്ദേഹം ബർഗർ പെയിന്റിന്റെ GM ആണ്. പിന്നെ ഇവിടുത്തെ കോഴിക്കോട്. പിന്നെ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. അടുത്ത കാലത്ത് വിവാഹം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ അപ്പോൾ നന്നായി ഭയങ്കര ഓഫൻഡ് ആണ്, നന്നായി അറ്റാക്ക് ചെയ്യുന്നതാണ്, സ്പൈക്കറാണ്. ഓക്കെ.
ഇദ്ദേഹം ഇപ്പോൾ ഗൾഫിലാണ്. ഗൾഫ് നടക്ക് ഇവിടെ വരും. കോഴിക്കോടാണ്, പക്ഷേ ഗൾഫിലാണ് ജോലി. പിന്നെ ഇജാസ് എന്നാണ് പേര്. കുന്നമംഗലം സ്വദേശിയാണ്. വളരെ സുന്ദരനാണ്. നന്നായി സ്പൈക്കറാണ്. നന്നായി ഇതാക്കുന്ന ആളാണ്. ജാഫർ ഒരു സ്പോർട്സ് മെർച്ചന്റ് ആണ്. കുന്നമംഗലത്ത് സ്പോർട്സ് മെർച്ചന്റ് ആണ് ജാഫർ. നന്നായി ലിഫ്റ്റ് ചെയ്യും, സെൻട്രലിൽ കളിക്കും. അങ്ങനെയുള്ള നല്ലൊരു പ്ലെയറാണ് ജാഫർ. ഇത് ആജിയാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം തന്നെ ഒരു രോമാഞ്ചം എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ രോമാഞ്ചം എന്നല്ല പറയാ, ഞങ്ങളെല്ലാം തന്നെ ഒരു പാറ്റേൺ ആണ് ആജിയാർ. പനാമ ഹാജി എന്നാണ് നമ്മൾ വിളിക്കുക. പനാമ ഹാജി, പിന്നെ അബൂബക്കർ പനാമ ഹാജി എന്ന് പറഞ്ഞാൽ പനാമ സോക്സിന്റെ ഉടമ കൂടിയാണ്. എല്ലാം നന്നായിട്ടുള്ള ആളാണ്. പിന്നെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ സംഘാടകനാണ്, മെയിൻ സംഘാടകനാണ്. പിന്നെ ഔക്കു എന്നാണ് പറയാ. ഔക്കു അങ്ങനെ കളിക്കാറില്ലെങ്കിലും ഞങ്ങളുടെ കൂടെ എല്ലാം ഉണ്ടാവും. സിയാസ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഓമനയാണ്. സിയാസ് എല്ലാവർക്കും വേണ്ടി ബോട്ടിൽ മാത്രമല്ല പുറത്തും ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതാണ് സിയാസ്. ഞങ്ങളൊരു കച്ചവടക്കാരനാണ്. കുറ്റിച്ചെറിയാണ് വീട്. ഇതാണ് മറ്റൊരാൾ. ഇദ്ദേഹം ടൈൽസിന്റെ ബിസിനസ് ആണ്. സാജിർ ഇംപീരിയൽ എന്ന് പറയും. ഇംപീരിയൽ ഇതിലാണ് സാജിർ ഇംപീരിയൽ. നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയാണ്. ഇത് സലീമാണ്. സലീം മികച്ച ഒരു സംഘാടകനാണ്. വോളിബോൾ മാത്രമല്ല ക്രിക്കറ്റും അദ്ദേഹം കളിക്കും. ക്രിക്കറ്റിൽ കുറെ കപ്പൊക്കെ നേടിയിട്ടുണ്ട്. ഫുട്ബോൾ, ക്രിക്കറ്റ് എല്ലാം കളിക്കുന്ന ആളാണ് സലീം. നല്ലൊരു സംഘാടകനാണ്. എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന മെയിൻ ആളാണ് അദ്ദേഹം. പുണ്യമായിട്ടുള്ള കാരണം. ഇത് യാസിർ. ഞാൻ വൺ ഓഫ് ദി പാർട്ട്നേഴ്സ് ആണ്. യാസിർ നമ്മളെ കളിക്കാറില്ലെങ്കിലും നമ്മുടെ എല്ലാ സംഘാടനത്തിലും എല്ലാ ഏർപ്പാടുകൾക്കും നമ്മളെ കൂടെ നിൽക്കുന്ന ആളാണ്. ക്ലബിന്റെ ജീവനാഡി എന്നാണ് നമ്മൾ യാസിറിനെ പറ്റി. അദ്ദേഹം ക്രിക്കറ്റ് പ്ലെയറും കൂടിയാണ്. ഇത് ഹാരിസ് പിന്നെ പിന്നെ സ്വിമ്മിങ്ങിന്റെ ആളാണ്. വോളിബോൾ കളിക്കും. നല്ല ബാക്ക് ലൈനിൽ നന്നായിട്ട് കളിക്കുന്ന ആളാണ്. ഒരു മെർച്ചന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ടീമിന്റെ അച്ചീവ്മെന്റ് എന്തൊക്കെയാണ്? നിങ്ങളെ കളിച്ചതും നിങ്ങൾ നേടിയ ട്രോഫികളും അങ്ങനെ നിങ്ങൾ എന്തൊക്കെ ഈ ഒരു കോഴിക്കോട് വോളിബോൾ ടീമിലൂടെ നേടിയെടുത്തു, നാടുകൾക്ക് നൽകി? കോഴിക്കോട് വോളിബോൾ ടീമിൽ കൂടി നേടിയെടുത്തു എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ട് ട്രോഫികളോ മറ്റുള്ള കാര്യങ്ങളെല്ലാം അതിന് പുറമെയാണ്. ആദ്യം ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വലിയ സ്നേഹത്തിന്റെ കൂട്ടായ്മ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഏറ്റവും വലിയ സ്നേഹത്തിന്റെ കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടാക്കി. ഇവിടെ വരുന്ന ഓരോ ആളുകളെയും സ്നേഹപൂർവ്വം സ്വീകരിച്ചു, ആളുകളെ സംഘടിപ്പിച്ചു, അവർക്ക് കളിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്. മറ്റ് അച്ചീവ്മെന്റുകൾ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ പഴയ കാലത്തെ ഇന്ത്യൻ പ്ലെയേഴ്സ്, അർജുന അവാർഡ് നേടിയ ആൾ ശ്രീധർ, പിന്നെ ഓം പ്രകാശ്, പിന്നെ സുരിൽ സി വെള്ളൂർ തുടങ്ങിയ റസാഖ് സാറ്, ഇത്ര എല്ലാ ആളുകളും ഞങ്ങളുടെ അടുത്ത് വരും. അവരെല്ലാം തന്നെ ഞങ്ങൾ ക്ലബ് വൈസ് സഹകരിക്കുന്നതാണ്. അവരെല്ലാം പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താനും അവരെല്ലാം പുതു മോഡിയിലുള്ള ആളുകൾക്ക് അനുഭവപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ ടൂർണമെൻ്റ് ഉണ്ടാവും. ആ ടൂർണമെൻറ്റിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഇവിടെ ഫ്രണ്ട്ലി മാച്ച് കളിക്കും. പിന്നെ ഞങ്ങളുടെ ഇടയിൽ തന്നെ മാച്ച് ഉണ്ടാവും. ആ മാച്ചിൽ ആളുകളെ പങ്കെടുപ്പിക്കും. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്. ബീച്ച് വോളിക്ക് അടിച്ച അത് പറഞ്ഞാൽ പിന്നെ വർഷാവർഷം ഞങ്ങൾ ടൂർണമെന്റ് നടത്തും. ആ ടൂർണമെന്റിനെ പറ്റി നാസർ പറയും. അല്ല, ബീച്ച് വോളിയിൽ ഞങ്ങൾ എല്ലാ വക്കീൽ പറഞ്ഞ പോലെ എല്ലാ ഇന്ത്യൻ പ്ലേയേഴ്സും വന്നിട്ടുണ്ട്, ഇന്ത്യൻ കോച്ചസ് വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകം എടുത്ത് പറയാനുള്ളത് പറഞ്ഞാൽ ദലീൽ സിംഗ് എന്ന് പറയുന്ന അർജുന അവാർഡ് വോളിബോൾ ജേതാവുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു കൂട്ടായ്മയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വീണ്ടും ആ ഒരു കാലിക്കറ്റ് ബീച്ചിലേക്ക് അവിടെ വരാനും നിങ്ങളുടെ സ്നേഹം പങ്കിടാനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പിന്നീട് അദ്ദേഹത്തിന് ഹരിയാനയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പങ്കുവെച്ച ഒരു കാര്യം ഞാൻ ഈ സമയത്തോടെ പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഹൗസ് ടൂർണമെന്റ് നടത്താറുണ്ട്. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ ഹൗസ് ടൂർണമെന്റ് നടത്താറുള്ളത്. അത് 4 ടീമായിട്ടാണ് നടത്താറുള്ളത്. അതിന്റെ വിന്നേഴ്സ് ടീമായിരുന്നു ഞങ്ങളൊക്കെ കപ്പടിച്ച് ഞങ്ങളായിരുന്നു. പിന്നെ സ്ഥാനങ്ങളില്ലാതെ അല്ലെ നമ്മുടെ ഓരോ സബോർഡിനേറ്റും അല്ലെങ്കിൽ ഹയർ ഓഫീസേഴ്സും ഒക്കെ തമാശ പറഞ്ഞും കൊണ്ടും തികച്ചും സന്തോഷപരമായിട്ട് ഒരു അല്ലെ അങ്ങനത്തെ ഒരു അതാണ് ഞാൻ പറഞ്ഞത്. ഇതിലിപ്പം SP ലെവലുള്ള ആളുകളുണ്ട്, അഷ്റഫ് ഉണ്ട്, പിന്നെ DYSPമാരുണ്ട്, 2-3 DYSPമാരുണ്ട്, പിന്നെ CIമാരുണ്ട്, പിന്നെ പ്രകാശൻ പടനയിൽ DYSP ആണ്, വഹാബ് DYSP ആണ്. അവരെല്ലാം ഞങ്ങളുടെ മെമ്പർമാരാണ്, ഇവിടെ കളിക്കുന്ന ആളുകളാണ്. പിന്നെ ഇവിടെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇവിടെ വരും.
നമ്മുടെ കളി കാണാൻ വേണ്ടി ADGP വന്നിട്ടുണ്ട്, 2 ADGPമാർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ജുഡീഷ്യൽ ഓഫീസേഴ്സ്, ഡിസ്ട്രിക്ട് ജഡ്ജസ് അവരൊക്കെ വന്നിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ആളുകൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ആകൃഷ്ടരായി നമ്മളെ കൂട്ടായ്മയുടെ പിന്നെ മനോഹാരിതയും സൗന്ദര്യവും കണ്ടിട്ട് ഇവിടെ വന്ന ആളുകളാണ്. അപ്പോൾ അത് ഞങ്ങൾക്കും ആവേശമുണ്ട്, കാണുന്ന അവർക്കും ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയാനുള്ളത്. Hey yo, Darmani anthem, Kabaddi anthem, cricket anthem. Now it's time for the one and only volleyball anthem. Cafe single white baby. How 6 फुटे चौबर देखी चल तू खड़के नी. How कोई नी कट के हांदा एक दूजे तो चढ़ के नी. How देख दिखा दे जा हर गबरू अज कमाला दे. How बिच गराउंडा पैंदे टप्पे वाली बॉलां दे. How बिच गराउंडा पैंदे टप्पे वाली बॉलां दे. लिबरो पैड़ा बॉल नू थल्ले लगन दिंदा नी. शॉट नेट भी अग्गों लाइन नू दबन दिंदा नी. हाओ मूरे खड़े बल्ला कर वांग नी देख ले टाला दे. हाओ बिच ग्राउंडा पैंदे टप्पे वाली बॉलां दे. हाओ बिच ग्राउंडा पैंदे टप्पे वाली बॉलां दे. तनी तक उठदा है टक्कर फुल बरसा मारे नी. मार मार के समैशा गबरू बाहां राड़े नी. ड्रॉप सुट के नंबर कुट्टे नाल नी चालां दे. आओ बिच ग्राउंडा पैंदे टप्पे वाली बॉलां दे. आओ बिच ग्राउंडा पैंदे टप्पे वाली बॉलां दे. बगाने पुत्तां दे नाल मत्था लाउण दी खातर बई. नौरे आले संधुआ वे कुछ पाउण दी खातर बई. मेहनत लाउंदे आए मुंडे कहीं की. വോളിബോൾ കളിക്കാൻ വേണ്ടി ഇവിടെ ബീച്ചിലെത്തുന്ന ആളാണ്. കാരണം എൻ്റെ വീട് അത്രയും ദൂരത്തുനിന്ന് ഞാൻ ചിലപ്പോൾ 4 മണിക്ക് എഴുന്നേറ്റ് ഇവിടെ കളിക്കാനായിട്ട് 7 മണിക്ക് 6:45 കോർട്ടിലെത്തും. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു കൂട്ടായ്മയും അത് കഴിഞ്ഞിട്ടുള്ള ജോക്ക് എക്സ്ട്രാ എനർജിയാണ്. എനിക്കിപ്പോൾ 62 വയസ്സായി. 62 വയസ്സിലും ഞാനിപ്പോൾ ഓടാനും കളിക്കാനും ആ എനർജി വോളിബോളും ഇവിടുത്തെ കൂട്ടായ്മയും കറക്റ്റ് 100% യുവത്വം നിലനിർത്താൻ സ്പോർട്സും സന്തോഷവും സമാധാനവും കൂട്ടായ്മയും അതിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഈ സ്പോർട്സ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എനിക്ക് പറയാനുള്ളത് ന്യൂ ജനറേഷനോട് പ്രത്യേകം പറയാനുള്ളത് വരുന്ന തലമുറകളെ മയക്കുമരുന്നൊന്നും മറ്റും നിൽക്കണമെങ്കിൽ മയക്കുമരുന്നും മറ്റുള്ളതിൽ നിന്നും നല്ല വഴിക്ക് മക്കളെ നയിക്കണമെങ്കിൽ കുട്ടിക്കാലത്തെ സ്പോർട്സ് അവരുടെ ബോഡിയിലും അവരുടെ തലച്ചോറിൽ കുത്തി നടക്കണം. കാരണം ഓടാനും ചാടാനും കളിക്കാനുള്ള സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അതിനുള്ള മോട്ടിവേഷൻ ചെയ്യുക. അങ്ങനെ മയക്കുമരുന്നും മറ്റുള്ള രീതിയിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കാൻ സ്പോർട്സ് തന്നെയാണ് ഉത്തമം. അതുകൊണ്ട് എല്ലാവരും സ്പോർട്സിൽ കൂടി കുട്ടികളെ വളർത്താനാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തായാലും ഒരുപാട് എന്താ പറയാ ആശംസകളും എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ ഇനി മുന്നേറാൻ കഴിയട്ടെ. ഒരു വലിയൊരു സംഭവമായിട്ട് തന്നെ മാറട്ടെ. കാരണം കോഴിക്കോട് എന്ന് പറയുന്നത് ഒരുപാട് നേട്ടങ്ങൾ സ്നേഹം കൊണ്ടാണെങ്കിലും മറ്റൊക്കെ ഭക്ഷണം കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും ഇപ്പൊ സെക്യൂർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. ഒരുപാട് ഉയരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.